മുഹറം മാസത്തിന്റെ പ്രഥമ രാത്രിയിലും പകലിലുമായി നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സൽക്കർമ്മത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയിട്ട് ദുആ രക്കുക. അങ്ങനെ ഒരു അമൽ പലരും കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തവരാണ്. അൽഹംദുലില്ലാ. അത് നിർബന്ധമായ കാര്യമൊന്നുമില്ല, ചെയ്താൽ നല്ലതാണ്. അപ്പോൾ പലരും ചോദിക്കുന്നു, ഉസ്താദ് ഇതൊക്കെ എവിടെയാണ് ഉള്ളത്? ഞങ്ങളൊക്കെ പണ്ട് മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് 19 വയസ്സായി, ഞങ്ങളുടെ ജീവിതത്തിൽ ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല എന്നൊക്കെ പലരും ഒക്കെ പറയുന്നുണ്ടാവാം. അപ്പോൾ അവർക്ക് കൃത്യമായി അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം ഞാൻ പറയുന്നുണ്ട്, ഒന്ന് കേട്ട് നോക്കണേ. പിന്നെ ഈ ആയത്തുൽ കുർസിയൊക്കെ ഓതിയാൽ പ്രതിഫലം കിട്ടുമെന്ന് ആരാണ് പറഞ്ഞത്? ആയത്തുൽ കുർസി ഓതിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏകദേശം 17 വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് എണ്ണി നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലർക്കും പല സംശയങ്ങളുണ്ട്. ഉസ്താദേ, നാളെ നിലാവ് കാണുമ്പോൾ ആയത്തുൽ കുർസി, നമ്മളിപ്പോൾ മുഹറം മാസത്തിൽ ആയത്തുൽ കുർസി ഓതുന്ന സമയത്ത് നിസ്കാരമില്ലാത്ത ഞങ്ങൾ എന്ത് ചെയ്യും? പല ഉമ്മമാർക്കുമുള്ള സംശയമാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? നിസ്കാരമില്ല. അതുപോലെ തന്നെ ഈ ആയത്തുൽ കുർസി ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഓതാൻ പറ്റുന്നില്ല, ഓതി തീർന്നില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെ ഈ ആയത്തുൽ കുർസി 360 അല്ലേ, അപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു ആയത്തുൽ കുർസി ഓതി തീർത്താൽ മതിയോ? അതോ ഒരാൾ തന്നെ മൊത്തം 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണോ? ഈ ഒറ്റ ഇരിപ്പിൽ തന്നെ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണോ? ഇങ്ങനെ പല സംശയങ്ങളും പലർക്കും ഉണ്ടാവാൻ, എല്ലാത്തിൻ്റെയും കൃത്യമായ വ്യക്തമായ മറുപടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് കേട്ടാലോ? അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടു കൂടി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് നല്ല ഒരു അവസ്ഥയിൽ, നല്ല മാസത്തിൽ, നല്ല ദിവസത്തിൽ, നല്ല സമയത്ത്, നല്ല ആളുകളുടെ ഇടയിൽ വെച്ച് നല്ലത് പറഞ്ഞു മരിക്കാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഹിജ്ജ മാസം ഇന്ന് 29 ഇന്ന് ദുൽഹിജ്ജ 29. ഇന്നത്തെ മഗ്‌രിബോടുകൂടി, ഇന്ന് ചൊവ്വാഴ്ച, ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ആവേശ പുളകിതരാവാൻ പറ്റുന്ന മുഹറം മാസം നമ്മളിലേക്ക് വരികയാണ്. ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ കൊടുത്ത മുഹറം മാസം, ഇസ്ലാമിക് ന്യൂ ഇയർ, ഇസ്ലാമിക് കലണ്ടറിലെ പ്രഥമമായ മാസം മുഹറം മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബിന് ശേഷം നമ്മൾ 1-ാം രാവിലേക്ക് പ്രവേശിച്ചു. മുഹറം 1-ാം രാവ്, നാളെ ബുധനാഴ്ച മുഹറം 1-ാമത്തെ പകൽ. ഇന്ന് ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ലെങ്കിൽ നാളെ ബുധനാഴ്ച ദുൽഹിജ്ജ 30 പൂർത്തിയാക്കി നാളെ ബുധനാഴ്ച മഗ്‌രിബോടുകൂടി നമ്മൾ മുഹറം 1-ാം രാവിലേക്ക് പ്രവേശിച്ച് മറ്റന്നാൾ വ്യാഴാഴ്ച നമ്മൾ എന്തിലേക്ക് കിടക്കും? മുഹറം 1-ാമത്തെ പകലിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബ് കഴിഞ്ഞ് അറിയാൻ പറ്റും മുഹറം 1 ആണോ അതോ ദുൽഹിജ്ജ 30 ആണോ എന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരല്പം താമസിച്ചേക്കാം, എന്നാലും ഖാദിമാരുടെയൊക്കെ തീരുമാനം അവസാന ഘട്ടത്തിൽ വന്ന് നമുക്ക് ഏതായാലും അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് മഗ്‌രിബിന് ശേഷം മുഹറം 1 ആണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഒരു 9 മണിക്കായിരിക്കും അറിയുക, അല്ലെങ്കിൽ ചിലപ്പോൾ 10 മണി. കാരണം അവിടെ നിന്ന് പുറപ്പെട്ട് നമുക്ക് ഈ മെസ്സേജൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹൈപ്പ് കൊടുക്കാത്തൊരു മാസമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ റമദാനിനെ പോലെ, നമ്മൾ റജബിനെ പോലെ, ദുൽഹിജ്ജ മാസത്തെ പോലെ അള്ളാഹ് ആദരിച്ച മാസമാണ്, അള്ളാഹ് ബഹുമാനിച്ച മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്, മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ മാസത്തെ നിലാവ് കാത്തിരിക്കണമെന്നാണ്. നിലാവ് കാണുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കണം. ഇനി അഥവാ നിലാവ് കണ്ടു എന്ന വാർത്ത കിട്ടിയാൽ എന്തു പറയണം? ആദ്യം പറയണം അൽഹംദുലില്ലാ, പുതിയൊരു വർഷം 1447 എന്ന ഹിജ്റ വർഷം പോയി 1448 എന്ന പുതിയ ഒരു വർഷം നമ്മളിലേക്ക് വന്നു. അപ്പോൾ വരുന്ന സമയത്ത് എന്ത് പറയണം? അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. പിറ കണ്ടാൽ പറയേണ്ട പ്രത്യേകമായ ദുആ. നബിതങ്ങൾ എല്ലാ മാസവും അത് പറയുമായിരുന്നു, സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത് തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഈ ഒരു പുതിയ മാസം, ഈ പുതിയൊരു ചന്ദ്രൻ, അള്ളാഹു ഈ മാസം ഞങ്ങൾക്ക് ഖൈറിന്റെ, സലാമത്തിന്റെ, ഞങ്ങൾക്ക് ഈമാൻ അധികരിക്കുന്ന, ഇസ്ലാം ഞങ്ങൾക്ക് അധികരിക്കുന്ന, ഞങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടുന്ന നല്ലൊരു മാസമാക്കണേ എന്നാണ് ആ ദുആഇന്റെ അർത്ഥം.
എന്നിട്ടോ മാത്രമല്ല സൂറത്തുൽ മുൽക്കിന്റെ പാരായണം മറന്നു പോകണ്ട. സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതണം. അതായത് ഒരു അറബി മാസത്തിന്റെ തുടക്കം സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതിയാൽ ആ മാസം മുഴുവനും അള്ളാഹുവിന്റെ കാവലുണ്ടാകുമെന്നാണ്. മാത്രമല്ല ഇസ്തിഗ്ഫാർ ധാരാളമായി പറയുക. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ധാരാളമായി ഓതുക. ആ കൂട്ടത്തിൽ മുഹറം മാസം, പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ നമ്മൾ ആദ്യത്തെ രാവിലേക്ക് പ്രവേശിച്ചാൽ ചെയ്യേണ്ട ഒരുപാട് അമലുകളുണ്ട്. ബിസ്മി എഴുതുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ഇന്നലെ പറഞ്ഞു. അങ്ങനെ ചില അമലുകൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു അമലാണ് ആയത്തുൽ കുർസിയുടെ പാരായണം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇൻഷാ അല്ലാഹ്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. പലരും ഇപ്പൊ തന്നെ ചോദിക്കാൻ തുടങ്ങി, ഓരോ മുഹറം മാസമാകുമ്പോൾ ഉസ്താദുമാർ ഓരോരോ കാര്യമായിട്ട് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് പലരും ഒക്കെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ പറയട്ടെ, പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദീനിന്റെ ശരിയായ വശമെന്ന് പറഞ്ഞാൽ ഞാൻ മദ്രസയിൽ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ പ്രസംഗത്തിൽ കേട്ടതാണ്, അല്ലെങ്കിൽ എനിക്കറിയാവുന്നതാണ് എന്നും പറഞ്ഞ് പല ആൾക്കാരും നടക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഇവിടെ നമ്മൾക്കറിയാത്ത എത്ര കാര്യങ്ങളുണ്ട്, എത്രയോ കിതാബുകളുണ്ട്. പേര് പോലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്ത രൂപത്തിൽ എത്രയോ കിതാബുകളുണ്ട്. ഈ നമ്മുടെ അറബിക് കോളേജുകളിലേക്ക് ലൈബ്രറികളിൽ പോയി നോക്കിയാൽ, മക്തബുകളിൽ പോയി നോക്കിയാൽ, എന്തിന് നമ്മുടെ മൊബൈലിലും അല്ലേ മക്തബു ഷാമിൽ എന്ന് പറഞ്ഞ് ഒരു ആപ്പ് കിട്ടും, ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഒരുപാട് കിതാബുകൾ, ആയിരക്കണക്കിന് കിതാബുകളുണ്ട്. അതിലൊക്കെ എത്രയോ അമലുകളാണ് അല്ലേ. മഹത്തുക്കളൊക്കെ ഓരോ അമലുകൾ പറഞ്ഞു തരുമ്പോൾ അവർ ചുമ്മാ ഉണ്ടാക്കി എഴുതുന്നതല്ലല്ലോ. അതൊക്കെ കൃത്യമായി അവർ മനസ്സിലാക്കി അവരുടെ ഉസ്താദ് അങ്ങനെ സ്വഹാബിമാരൊക്കെ കൈമാറി വന്ന പല അമലുകളാണ്. അപ്പോൾ ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമുമായി ബന്ധപ്പെട്ട് ആ എഴുതുന്ന രൂപമൊക്കെ അത് ഇങ്ങനെ എഴുതണം, അത് ഇങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം. ആ ഒരു അമലൊക്കെ ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഞാൻ 60 വയസ്സായി, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പുതിയൊരു അറിവാണ് എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും വിമർശിക്കുന്നുണ്ട്. പറയുന്നവരങ്ങനെ പറയട്ടെ, ഇത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അൽഹംദുലില്ലാ, അത് വളരെ ഖൈറാൻ. ഇനി മുഹറം മാസം കടന്നു വരുമ്പോൾ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ നിർബന്ധമായ കാര്യമല്ല, ചെയ്താൽ നല്ലതാണ്. ഇനി ഞാനൊന്നും ഇത് ചെയ്യൂല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ഒരു കുഴപ്പമില്ല. അത് ചെയ്തില്ല എന്നുള്ള ഇതേ ഉള്ളൂ. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഫർളായ കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മുഹറം മാസത്തിന്റെ പ്രഥമ രാവിലും അതുപോലെ തന്നെ പകലിലും, മുഹറം 1 രാവിലും പകലിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു അമൽ കൂടി മഹത്തുക്കൾ പറഞ്ഞു തരുന്നു. അത് വേറെയൊന്നുമല്ല, 360 പ്രാവശ്യം ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക. ഇത് ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ പറഞ്ഞു? അതെ കേട്ടോ, അത് ഒരുപാട് മഹത്തുക്കൾ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് മക്കയിലെ, പരിശുദ്ധമായ മക്കയിലെ ഹറമിലെ മുഫ്തിയായിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മക്കയിൽ തന്നെ ദർസൊക്കെ നടത്തി ഒരുപാട് ശിഷ്യന്മാരുള്ള മഹാനായ അഹ്മദ് സൈനി ദഖ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ ദിവസം മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, ഒരു പക്ഷേ മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള സമയത്തും പിറ്റേന്ന് പകലിലും, അതായത് ആ മുഹറം 1-ാമത്തെ ദിവസം 360 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ബിസ്മിയോടുകൂടി ഒരാൾ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയിട്ട് അയാൾ ദുആ ചെയ്താൽ ആ വർഷം മുഴുവനും അല്ലാഹു തആല അയാൾക്ക് പിശാചിൽ നിന്ന്, ഇബ്ലീസ്, ആ ഇബ്ലീസിന്റെ ഷർറ്, ഇബ്ലീസിന്റെ നോട്ടം, ഇബ്ലീസിന്റെ വസ്വാസ് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അല്ലാഹു തആല തട്ടി മാറ്റുന്നതാണ്. മാത്രമല്ല അവനിക്ക് ആ വർഷം ഖൈറിന്റെ ഒരു വർഷമായി മാറും, സലാമത്തിന്റെ ഒരു വർഷമായി മാറും, ആപത്ത് മുസീബത്തുകളിൽ നിന്നുള്ള ഒരു കാവൽ കിട്ടും. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് നേട്ടങ്ങൾ ഒരു മനുഷ്യന് മുഹറം മാസത്തിന്റെ പ്രഥമ രാവിലും പകലിലുമായി 360 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മിയോടുകൂടി ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഓതിയാൽ അയാൾക്ക് കിട്ടുമെന്ന് മഹാനവകൾ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. കൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബിൽ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഒരുപാട് കിതാബുകൾ മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങൾ. ഉസ്താദേ, 360 പ്രാവശ്യം ആയത്തുൽ കുർസി, അത് കുറച്ച് പാടാണ് കേട്ടോ, അത് കുറച്ച് പ്രയാസമുള്ളതാണ്, ഇത് ഞങ്ങൾ എങ്ങനെ ഓതി തീർക്കും? 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഞങ്ങൾ എങ്ങനെ ഓതി തീർക്കും? ഭയങ്കര പ്രയാസമാണല്ലോ. ഒരു പ്രയാസവുമില്ല. എന്നാണോ നമ്മൾ മുഹറം മാസത്തിലേക്ക് കിടക്കുന്നത്, ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, അന്നത്തെ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിറ കണ്ടു എന്നറിഞ്ഞാൽ നമുക്ക് പറയൽ പ്രത്യേകം നല്ലതായ പ്രതിഫലം കിട്ടുന്ന ആ ദുആയൊക്കെ പറഞ്ഞ് സൂറത്തുൽ മുൽക്ക് ഓതി, പറ്റുന്നവരൊക്കെ സൂറത്ത് യാസീൻ ഓതി, കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് പറ്റുന്നവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 113 പ്രാവശ്യം ഒക്കെ എഴുതി റാഹത്താക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കൗണ്ടറോ അല്ലെങ്കിൽ എന്താണ് തസ്ബീഹ് മാലയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം വിശുദ്ധമായ ഈ ആയത്തുൽ കുർസി ഓതാൻ. ഇവിടെ ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്.
360 പ്രാവശ്യമാണല്ലോ. 360 പ്രാവശ്യം ഓതാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മഹാൻ പറഞ്ഞ എണ്ണം 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണമെന്നാണ്. നമുക്കത് പറ്റണമല്ലോ അല്ലേ? പറ്റണമല്ലോ. ഇനി എന്തെങ്കിലുമൊക്കെ തിരക്കായി പോയി, മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ പകൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വന്നു, എന്നാൽ നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നല്ലോ ഓതണമെന്ന്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വേറെ പ്രയാസമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ആ ആയത്തുൽ കുർസി ഓതി പൂർത്തിയാക്കുക. അതിൻ്റെ പ്രതിഫലം പടച്ചോനാണ് തരുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് ആ പ്രതിഫലം തരും. കാരണം നമ്മൾ ഓതുന്നത് ആയത്തുൽ കുർസിയാണ് അല്ലേ? ഏറ്റവും പുണ്യമുള്ള ഒരു ആയത്താണ്. ആയത്തുൽ കുർസിൻ്റെ മഹത്വം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. എത്ര നേട്ടമാണ് ആയത്തുൽ കുർസി. അതിൻ്റെ നേട്ടം ഒരു മനുഷ്യൻ മനസ്സിലാക്കിയ പിന്നെ അയാൾ അത് ഓതാതിരിക്കോ? അയാൾ വിടൂലെന്നാണ്, ആയത്തുൽ കുർസി വിടൂലെന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വവും പവറുമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. വിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആയത്ത് സയ്യിദുൽ ആയാത്ത്, അതായത് ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. എത്രയോ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ആ ആയത്തുൽ കുർസിയിലുണ്ട്, എത്രയോ നേട്ടങ്ങൾ അത് ഓതിയാൽ കിട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷം നമുക്കത് പറയാം. അപ്പോൾ പറ്റുന്ന എണ്ണം എന്നല്ല ഞാൻ പറയുന്നത്, 360 തന്നെ ഇൻഷാ അല്ലാഹ് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാളത്തെ പകൽ കൊണ്ട് ഓതാൻ പറ്റിയില്ല, തീർന്നില്ല, ചിലപ്പോൾ ഒരു 100 ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 200 ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 300 ആയിട്ടുള്ളൂ, കുഴപ്പമില്ല. ബാക്കിയുള്ള സമയത്ത് ആ ഓതി തീർക്കാൻ പറ്റുന്നവർ ഓതി തീർക്കുക കേട്ടോ. അത് 2 പേര് കൂടിയിട്ട് പപ്പാതിയല്ല, ഒരാൾ. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാൻ നമ്മൾ തന്നെയല്ലേ, ഒരാൾ 360 ആണ്. അല്ലാതെ കുറേ ആൾക്കാർ കൂടിയിട്ട് 360 അല്ല, ഒരാൾ 360 പ്രാവശ്യമാണ് ഈ ആയത്തുൽ കുർസി ഓതേണ്ടത്. ഇത് നിർബന്ധമായ കാര്യമൊന്നും അല്ല കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കുക. ഇത് ഫർളാണ്, ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല, അങ്ങനെയൊന്നുമല്ല. ചെയ്താൽ നല്ലതാണ്, ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമാണ് മഹത്തുക്കൾ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെയ്താൽ വലിയ ഖൈറാൻ. പിന്നെ പല ഉമ്മമാർക്കും പല സഹോദരിമാർക്കും ഭയങ്കര വിഷമം, സങ്കടം, ഉസ്താദേ ഞങ്ങൾക്ക് നിസ്കാരമില്ല, എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല മനസ്സോടുകൂടി പഠിച്ചവനെ ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്ക് ഈ ആയത്തുൽ കുർസി ഓതാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ആയത്തുൽ കുർസി ദിക്റാണ്, ദിക്ർ എന്ന നിലയിലും നമുക്ക് ഓതാമെന്ന് ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ മുഴുവനും നമുക്ക് ദിക്റാണ് എന്നൊക്കെ പല മഹത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ നമുക്ക് ദിക്റായി പ്രത്യേകം മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ ദുആ, അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും ഇത് ദിക്റാണെന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഓതാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ ഇത് ഓതുന്നതിൻ്റെ മര്യാദ പറയുന്നത് നല്ല രൂപത്തിൽ വുളൂഓടുകൂടി ഓതലാണ് ഏറ്റവും പുണ്യമുള്ളത്. ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഓതലാണ് ഏറ്റവും നല്ലത്. പിന്നെ തസ്ബീഹ് മാലയോ അല്ലെങ്കിൽ കൗണ്ടറൊക്കെ പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിൽ തന്നെ ഓതി തീർക്കണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ഓതാം, പിന്നെ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓതാം, അങ്ങനെ ഏത് സമയത്തും ഓതി തീർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് വുളു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വുളു ഇല്ലാതെയും നിങ്ങൾക്ക് ആയത്തുൽ കുർസി ഓതാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും, ഇൻഷാ അല്ലാഹ് പറ്റുന്നത് പോലെ അതിൻ്റെയൊക്കെ മറുപടി തരാം. അല്ലാഹു തആല ഖൈർ തരട്ടെ. അപ്പോൾ ആയത്തുൽ കുർസി ഓതുക മാത്രമല്ല, ആയത്തുൽ കുർസി 360 പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ നമ്മൾ ദുആ ചെയ്യണം. പ്രത്യേകമായി മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നൊരു ദുആയുണ്ട്. ആ ദുആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ആയത്തുൽ കുർസി നിങ്ങൾ ഓതിയതിനു ശേഷം ഈ ദുആയും കൂടി ഇൻഷാ അല്ലാഹ് ചെയ്യാൻ മറന്നു പോവണ്ട. ഏതാണത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഇതാണ് ആ ദുആ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ അവസ്ഥകൾ അറിയുന്ന അല്ലാഹ്, അവസ്ഥകൾ മാറ്റിമറിക്കുന്ന റബ്ബേ, അല്ലാഹുവേ എൻ്റെ അവസ്ഥ നീ നന്നാക്കണേ അല്ലാഹ്, നിന്റെ ഖുവത്ത് കൊണ്ട് അല്ലാഹുവേ, ഉന്നതനായ അല്ലാഹ്, അസീസായ അല്ലാഹ്, അല്ലാഹുവേ ഉന്നതനാണ്, അല്ലാഹുവേ നീ മുതആലാൻ അല്ലേ, അല്ലാഹുവേ നീ കഴിവുള്ളവനാണ്, നീ ഉന്നതനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. എൻ്റെ അവസ്ഥയൊക്കെ നീ നന്നാക്കി തരണം. എൻ്റെ അഹ്വാൽ, എൻ്റെ ഹാൽ, എൻ്റെ അവസ്ഥ, എൻ്റെ മാനസികമായ, എൻ്റെ ശാരീരികമായ, സാമ്പത്തികമായ, കുടുംബപരമായ എല്ലാ അവസ്ഥകളും നീ നന്മയിലാക്കണം, എല്ലാ ഖൈറിലാക്കണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഏകദേശം. അത് കഴിഞ്ഞ് പിന്നെ സ്വലാത്തും കൂടി ചൊല്ലിയാണ് ഈ ദുആ അവസാനിപ്പിക്കും. എന്ന് പറഞ്ഞേ. اللهم يا محول الأحوال حول حالنا إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد وعلى آله وصحبه وسلم.
ഇതാണ് ആ ഒരു ദുആ. ഇപ്രകാരം നമ്മൾ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി. അപ്പോൾ ടൈം എപ്പോഴാണ് ആയത്തുൽ കുർസി തുടങ്ങുന്ന ടൈം? അതായത് മുഹറം 1 നമുക്ക് മനസ്സിലായാൽ, മുഹറം മാസത്തിലേക്ക് നമ്മൾ കടന്നാൽ ആ രാത്രിയിലും പിറ്റേന്ന് പകലിലും ഓതാം. പിറ്റേന്ന് പകൽ ഓതിയാൽ വളരെ പുണ്യമാണ്. അപ്പോൾ ആ രാത്രിയിലും അതുപോലെ തന്നെ പകലിലുമായിട്ട് 360 പ്രാവശ്യം ആയത്തുൽ കുർസി. ഇനി തീർന്നില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ള സമയത്ത് ഓതി നമുക്ക് തീർക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ആയത്തുൽ കുർസി ഓതി അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു ദുആയും കൂടി ഉൾപ്പെടുത്തിയാൽ പിശാച് പറയും, ഇബ്ലീസ് പറയുമെന്നാണ്, ഇത് ചൊല്ലിയവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുകയും ജീവിതത്തിലുള്ള എല്ലാ കാര്യത്തിലും അവന് നിർഭയത്വം നൽകുകയും പിശാചുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ 2 മലക്കുകളെ അള്ളാഹു തആല നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നല്ലോ എന്ന് ആര് പറയും? ഇബ്ലീസ് അവനെ നോക്കിയിട്ട്, ഇത് ഓതിയവനെ നോക്കിയിട്ട് പറയുമെന്നാണ്. അമ്പട വമ്പൻ പ്രതിഫലമാണ്, ഒരുപാട് നേട്ടമാണ് ആയത്തുൽ കുർസി അല്ലേ. എന്താ പ്രതിഫലം? ആയത്തുൽ കുർസിന്റെ എണ്ണിയാലൊടുങ്ങാത്ത നേട്ടമാണ്. നമ്മൾ പലപ്പോഴും ഈ ആയത്തുൽ കുർസിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണമൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത അർത്ഥമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവേ നീയല്ലാതെ അവനല്ലാതെ ആരാധനക്കർഹനില്ല. അല്ലാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്ന. അതാണ് ആയത്തുൽ കുർസിന്റെ അർത്ഥം. ആദ്യത്തെ ആ വചനത്തിന്റെ അർത്ഥം എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹു തആലക്ക് തൂങ്ങി ഉറക്കമില്ല, അള്ളാഹുവിന് ഒരു മയക്കവുമില്ല, അവനെ ഉറക്കമൊന്നും ബാധിക്കില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും എല്ലാം അവൻ്റേതാകുന്നു. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അള്ളാഹു അറിയും. നമ്മുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. അല്ലാഹു തആല അവന്റെ അറിവുകളിൽ നിന്നും വിജ്ഞാനങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്. അവന്റെ അല്ലാഹുവിന്റെ സിംഹാസനം അത് ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ വ്യാപിച്ചിരിക്കുകയാണ്. വലാ യഊദുഹു ഹിഫ്ദുഹുമാ. ആ ആകാശവും ഭൂമിയും സംരക്ഷിക്കാൻ അവനിക്ക് ഒരു ഭാരവുമില്ല. അല്ലാഹുക്ക് ഈ ആകാശം ഭൂമി അതിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഒരു പ്രയാസവുമില്ല. വഹുവൽ അലിയുൽ അദീം. അല്ലാഹു തആല അത്യുന്നതനാണ്, അവൻ മഹാനാണ്. എത്ര അർത്ഥവത്തായ, അതായത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള 2 ആയത്തുകളുണ്ട് വിശുദ്ധമായ ഖുർആനിൽ. ഒന്ന് ആയത്തുൽ കുർസിയാണ്, രണ്ടാമത്തേത് സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്ത്, ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്തില്ലേ, അതൊക്കെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇനി ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഈ മുഹറം മാസത്തിന്റെ പ്രഥമ ദിവസം ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മൊത്തത്തിൽ ആയത്തുൽ കുർസി ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അവൻ 170 പ്രാവശ്യം ഒരു ദിവസം അവൻ ആയത്തുൽ കുർസി ഓതി, ആ ഓതുന്ന സമയത്ത് അല്ലാഹുവേ എൻ്റെ കടങ്ങൾ മാറ്റണേ, കടം കൊടുത്തത് തിരിച്ച് ഖൈറായിട്ട് കിട്ടണേ, എൻ്റെ ഭക്ഷണത്തിൽ വിശാലത തരണേ, എൻ്റെ ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ മാറ്റണേ എന്നൊക്കെ അവൻ ദുആ ചെയ്താൽ അതെന്താണോ അവൻ ദുആ ചെയ്തത് അത് അല്ലാഹു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. പിന്നെയോ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ദുസ്വപ്നത്തിൽ നിന്നും, പേടിച്ച് ഉണരുന്നതിൽ നിന്നും, ഉറക്കമില്ലായ്മയിൽ നിന്നും അല്ലാഹു തആല അവനെ കാക്കുന്നതാണ്. ചെറിയ കുഞ്ഞു മക്കളുണ്ടാകും നമ്മുടെ വീട്ടിൽ, അവർക്ക് ഇപ്പോൾ ആയത്തുൽ കുർസി ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ആയത്തുൽ കുർസി നമ്മൾ ഓതിയിട്ട് അവരെ നമ്മൾ മന്ത്രിക്കൽ പ്രത്യേകം നല്ലതാണ്. പിന്നെയോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടുന്ന കാലമാണ്. സഹോദരന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ കൂടുന്ന കാലമാണ്. അതുകൊണ്ട് എല്ലാവരും ആയത്തുൽ കുർസിയെ പതിവാക്കണേ. കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും കാവൽ കിട്ടാൻ ആയത്തുൽ കുർസിയെ സ്ഥിരമായി ഓതൽ നല്ലതാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല, അതല്ലാത്ത സമയത്തും ആയത്തുൽ കുർസി ഓതണേ. പിന്നെയോ നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ആ യാത്ര പോകുമ്പോൾ നമുക്ക് വഴി കിട്ടുന്നില്ല, വഴിതെറ്റിപ്പോയി, ആ സമയത്തും ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം പല രൂപത്തിൽ, ചിലപ്പോൾ അത് മാപ്പ് റെഡിയാവാം, അല്ലെങ്കിൽ എന്താണ് ഒരു ആൾ വന്ന് നമ്മളെ സഹായിക്കാം, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് അല്ലാഹു തആല
അവിടെ ഒരു വലിയ കാവൽ തരുന്നതാണ്. നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് പോലും മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ വലിയ സമ്മാനം. നമ്മൾ യാസീൻ സൂറത്ത് ഓതിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആരക്കാറുണ്ട്. അതുമാത്രമല്ല, ആയത്തുൽ കുർസി ഓതിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു തആല മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുന്നതാണ്, ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കുന്നതാണ്. ഒരു മനുഷ്യൻ മുടങ്ങാതെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ മരിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു തആല സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, പ്രവാചകന്മാരോടൊപ്പം ഉൾപ്പെടുത്തുന്നതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ ജുമുഅ നമസ്കാരത്തിന് ശേഷം, വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ഉമ്മമാര് അവർ വീട്ടിൽ തന്നെ ദുഹർ നമസ്കാരം, വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ദുഹർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കാരം. ആ നിസ്കാരത്തിൽ അവൻ ആദ്യത്തെ റക്അത്തിൽ 5 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. ശേഷം ആ നിസ്കാരത്തിൽ തന്നെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക. എന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കുക. എങ്ങനെ? 2 റക്അത്ത് നമസ്കാരം, ആദ്യം കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി, എന്നിട്ട് 5 പ്രാവശ്യം ആയത്തുൽ കുർസി, ശേഷം കുറച്ച് സ്വലാത്തും കൂടി ചൊല്ലി, പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദൊക്കെ ചെയ്ത് വീണ്ടും അവൻ നമസ്കാരത്തിലേക്ക് വന്നു. 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. അല്ലാഹു അക്ബർ, സൂറത്തുൽ ഫാത്തിഹ, 5 പ്രാവശ്യം ആയത്തുൽ കുർസി, വീണ്ടും സ്വലാത്ത് ചൊല്ലി, പിന്നെ നമസ്കാരം അവൻ പൂർത്തിയാക്കിയിട്ട് അവൻ ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നതാണെന്ന് കിതാബുകളിൽ മഹത്തുക്കൾ പറയുന്നു. ഒരുവൻ വെള്ളിയാഴ്ച അസ്ർ നമസ്കാരത്തിന് ശേഷം 17 വട്ടം ഈ ആയത്തുൽ കുർസി ഓതിയാൽ അവൻ എന്ത് ദുആ ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല അവൻ്റെ അറിവ്, ഇൽമ് അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും. ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാൽ 500 പ്രാവശ്യം ഒരു മനുഷ്യൻ ഓതിയാൽ, എന്നിട്ടത് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് വെറും വയറ്റിൽ കുടിച്ചാൽ 40 ദിവസം അങ്ങനെ ചെയ്താൽ അവൻ്റെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, സ്വഭാവം എല്ലാം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കും, നന്നാക്കി കൊടുക്കും. മാത്രമല്ല മരണം വരെ അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. കല്യാണം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, അല്ലെ? ഒരുപാട് യുവാക്കളുണ്ട്, നിക്കാഹ് ശരിയാകുന്നില്ല, കല്യാണം ശരിയാകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ തട്ടിയിട്ട് അല്ലാഹുവേ എൻ്റെ കല്യാണം, എൻ്റെ നിക്കാഹ് അതൊന്ന് ഖൈറിലാക്കി തരണയല്ല, നല്ലൊരു ഇണയെ എനിക്ക് തരണയല്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് ആയത്തുൽ കുർസി ഓദിക്കുക. കിട്ടുന്ന സമയത്തൊക്കെ ഓദിക്കുക, എണ്ണം നോക്കണ്ട, കിട്ടുന്ന സമയത്തൊക്കെ ഓദിക്കോ. അത് വലിയ ഖൈറായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയ രൂപത്തിൽ നല്ല ഇണകളെ, നല്ല മക്കളെ അല്ലാഹു തആല തരുന്നതാണ്. ഒരാൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ ആ യാത്രയിൽ അവനിക്ക് അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുന്നതാണ്. നീ എങ്ങാനും ആ യാത്രയിൽ അവനിക്ക് മരണപ്പെട്ടാൽ അവനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പോലും മഹത്തുക്കൾ പറയുന്നു. ഒരാൾക്ക് ഒരു മുറാദ് ഹാസിലായി കിട്ടാനുണ്ട്, ഒരു ആവശ്യം, ഉദ്ദേശം ഹാസിലായി കിട്ടാനുണ്ടെങ്കിൽ അവൻ അർദ്ധരാത്രി എഴുന്നേറ്റ് 4 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിലും അവൻ ഫാത്തിഹയ്ക്ക് ശേഷം 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. എന്നിട്ട് അവൻ ദുആ ചെയ്താൽ അല്ലാഹു തആല അവൻ്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കും. ഈ ഉറങ്ങാൻ നേരത്ത് ഓതിയാൽ, ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ രാത്രി മുഴുവനും മലക്കുകളുടെ കാവലുണ്ടാകും. അങ്ങനെ ഒരുപാട് ആയത്തുൽ കുർസി പതിവായി ഓതുന്ന വീട്ടിൽ ഒരു വ്യക്തിയിൽ 40 ദിവസം കണ്ണേറ് സിഹ്റ് ഏൽക്കില്ല. വീട്ടിൽ വെച്ച് ഓതിയാൽ 30 ശൈത്താന്മാർ ഓടും. അതുപോലെ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ മരണമല്ലാതെ വേറെ മറയില്ല. പിന്നെ വീട്ടിൽ കയറുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ സ്ഥാപനത്തിലൊക്കെ കയറുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ വാഹനത്തിലും അതുപോലെ സ്ഥാപനത്തിലൊക്കെ ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. വുദൂഇന് ശേഷം ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയാൽ അവൻ്റെ 70 പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കും. ഇങ്ങനെ എത്ര പ്രതിഫലമാണ്, എത്ര നേട്ടങ്ങളാണ് ഈ ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്നത്. അപ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ ഒരുപാട് നേട്ടമുണ്ട്, അതിന് സെപ്പറേറ്റ് നേട്ടങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ ഈ ഒരു പ്രഥമ ദിവസത്തിൽ ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ആയത്തുൽ കുർസിയൊക്കെ ഓതി നമുക്ക് വലിയ ഖൈർ കിട്ടണം, ബറക്കത്ത് കിട്ടണം. അതിന് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഈ പറയപ്പെട്ട കാര്യങ്ങൾ. പിന്നെ മുഹറം മാസം ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരുകയാണ്. ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, നമ്മുടെ തൗബ, നമ്മുടെ ഇസ്തിഗ്ഫാർ, അതുപോലെ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുക, മറ്റുള്ളവരോടുള്ള പിണക്കങ്ങൾ മാറ്റുക, എല്ലാവരെയും സലാം കൊണ്ട് അഭിസംബോധന ചെയ്യുക, അതുപോലെ രോഗികളെ സന്ദർശിക്കുക, കുടുംബക്കാരെ സന്ദർശിക്കുക, ഇങ്ങനെ ഒരുപാട് കുടുംബത്തിൽ വിശാലത ചെയ്യുക, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമാക്കുക, ഖുർആൻ പാരായണം. പിന്നെ മക്കൾ തമ്മിലൊക്കെ വഴക്കുണ്ടാകും, അല്ലേ? മക്കളെ സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാകും. അതൊക്കെ ഒന്ന് തീർക്കണം. ഏത് സമയത്തും മരണപ്പെട്ടു പോവാ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇന്നത്തെ കാലത്തെന്നല്ല, ഒട്ടും തന്നെ ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ ജീവൻ്റെ വിലക്ക്, നമ്മുടെ മനുഷ്യ ജീവൻ ആ ഒരു തരത്തിലുള്ള വിലയില്ലാത്ത ഒരു കാലമാണ്. ഏത് സമയത്തും മരണം സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മരണത്തെ ഓർത്ത് ഇൻഷാ അല്ലാഹ് നല്ലൊരു ഖൈറായ ജീവിതം
കൊണ്ട് നടക്കുക. ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ തൗബ ചെയ്യുക. വരുന്ന മുഹറം മാസത്തേക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ആയത്തുൽ കുർസി പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ ദിക്ർ ഔറാദുകൾ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇന്നഹു കാന ഗഫാറ. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ, തസ്ബീഹുകൾ, ഇസ്തിഗ്ഫാറുകൾ, അല്ലാഹുവിൻ്റെ ഇസ്മുകളൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഇരുലോകത്തും വിജയങ്ങൾ, വലിയ ബറക്കാത്തുകൾ, സലാമാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നന്മയും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ കമന്റുകളിലൊക്കെ എത്രയോ ആളുകളാണ് ഉസ്താദേ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം എന്നൊക്കെ എത്രയോ ആളുകളാണ് പറയുന്നത്. റഹ്മാനെ, ആരൊക്കെ കമന്റിൽ ദ്വാരക്കാൻ പറയുന്നു. പല ഉമ്മമാർക്കും ഞങ്ങൾക്കൊന്നും കമന്റൊന്നും എഴുതാൻ അറിയില്ല ഉസ്താദെ, ഇതൊക്കെ മക്കൾ ശരിയാക്കി തരുന്നതാണ്, മക്കൾ വെച്ച് തരുമ്പോൾ ഞങ്ങൾ കാണും എന്നൊക്കെ പറയുന്ന പഴയ ഉമ്മമാരുണ്ട്. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകട്ടെ, നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. അപ്പോൾ മറക്കണ്ട, പരിശുദ്ധമായ പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 29ാമത്തെ ദിവസം, ഇന്ന് ചൊവ്വാഴ്ച, ഈ കൊല്ലത്തെ, ഈ വർഷത്തെ അവസാനത്തെ ദിവസമായിരിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അവസാന ദിവസമാണെന്ന് മനസ്സിൽ കരുതി നല്ലവണ്ണം ഇസ്തിഗ്ഫാർ പറയുക. ചെയ്തുപോയ ഒരുപാട് അബദ്ധങ്ങൾ, അതിനൊക്കെ ഇസ്തിഗ്ഫാർ പറയുക. വരുന്ന വർഷമൊക്കെ ഖൈറാവാൻ വേണ്ടി, സന്തോഷമാവാൻ വേണ്ടി നമ്മൾ എല്ലാവരും ദുആരക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഏറ്റമേറ്റം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എല്ലാം അല്ലാഹു തആല ഖൈറിലാക്കട്ടെ, ബറക്കത്തിലാവട്ടെ. നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളും ദ്വാരക്കും, നമുക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിലാക്കട്ടെ, സലാമത്തിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹറം ഇതാ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കും. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെപ്പോഴാണത് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്. ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട്. അത് പോവാതിരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എങ്ങനെ പ്രാക്ടിക്കലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്, എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.